യോ വൺ വെറും സ്റ്റെനോഗ്രാഫർ അല്ല, ഗ്ലോറിഫൈഡ് സ്റ്റെനോഗ്രാഫർ. നീ മാത്രമല്ല, മന്ത്രിമാർക്ക് ചരമപ്രസംഗം എഴുതി കൊടുത്തും സെക്രട്ടേറിയറ്റിലെ ഗുഹകളിൽ നിന്ന് ജനങ്ങളോട് നിഴൽ യുദ്ധം നടത്തിയും സമാധി അടയുന്ന ഓരോ IAS വിഴുപ്പിന്റെയും റോൾ അത് തന്നെയാണ്. That of a glorified stenographer. Sir, I didn't mean to. പിന്നെ പറയണം, ഇന്നലെ കൃഷ്ണേട്ടൻ എന്ന സാധു മനുഷ്യൻ അവിടെ വന്ന് കയറിയപ്പോ അയാൾ അധിക്ഷേപിച്ച് ഇറക്കി വിടാൻ മാത്രം എന്തായിരുന്നു നിനക്ക് തിടുക്കം? Come on, what was your preoccupation? Sir, കോഴിക്കോട് ബേസ് ചെയ്തിട്ട് നോർത്തേൺ സെക്ടറിലെ IAS വൈഫ്സിന്റെ ഒരു ക്ലബ് ഫോം ചെയ്യുന്നുണ്ട്. അതിന്റെ ഡിസ്കഷൻസിന് അവരെന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. ഓ യെസ്, കൂലങ്കഷമായ ചർച്ച. എന്തായിരുന്നു ടോപ്പിക്? അത് അല്ലെങ്കിൽ തന്നെ അതിന് പ്രത്യേകിച്ച് വിഷയമൊന്നും വേണ്ടല്ലോ അല്ലേ? നഗരത്തിലെ പോഷ് റെസിഡൻഷ്യൽ ഏരിയയിൽ ഭാര്യയുടെ പേർക്ക് മൂന്നാമത്തെ ബംഗ്ലാവും പണയിച്ചു തീർത്ത കമ്മീഷണർ സെക്രട്ടറിയുടെ വൈഭവത്തെ കുറിച്ച്, അതോ സിറ്റിയിലെ സാരിക്കമ്പോളത്തിലിറങ്ങിയ പട്ടിന്റെ പുതിയ വരവനങ്ങളെ കുറിച്ചോ? നോ സർ, ക്ലബിന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി നടത്താൻ ഉദ്ദേശിക്കുന്ന ബ്യൂട്ടി കോntestനെ കുറിച്ച്. യെസ്, there you are. ഐശ്വര്യ റായ് സുസ്മിത സെൻ ശ്രേണിയിലേക്ക് മക്കളെ കൈപിടിച്ചുയർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ അമ്മമാരുടെ വട്ടമേശ സമ്മേളനം. അതല്ലെങ്കിൽ ഒറ്റ പീസ് സ്വിം സ്വീറ്റിന് തുളിക്കാനാവാത്തതെല്ലാം TV ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു കാണിക്കാനും ടേക്ക് എ സ്റ്റെപ്പ് ഹിറ്റ് ദ ആപ്പിൾ ഹിറ്റ് ദ ബീൻ എന്ന താളത്തിൽ വിളക്കി നടക്കാനും അതുവഴി ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാനും മക്കളെ പ്രാപ്തരാക്കാൻ മമ്മിമാരുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന സ്പെഷ്യൽ കോച്ചിംഗ് ക്ലാസ് അല്ലേ? Sir, please stop it. Why? Because I hate your prejudice. അതെടി, I am prejudiced. എനിക്ക് മുൻവിധികളുണ്ട് ഈ നാടിനെ കുറിച്ച്. പക്ഷേ മെറ്റ്കാഫ് ഹൗസിൽ നിന്നും സായിപ്പ് ഉപേക്ഷിച്ചു പോയ ഗോൾഫും ബ്രിഡ്ജും ബില്യാർഡ്സും തീൻമേശ മര്യാദകളും പഠിച്ചിറങ്ങിയാൽ എല്ലാം തികഞ്ഞു എന്ന് തെറ്റിദ്ധരിക്കുന്ന നിന്നെ പോലുള്ള സ്മഗുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. Shout that sarcasm, you. Sir, hold your tongue. ഞാൻ നിങ്ങളുടെ ജൂനിയർ ആണ്, ട്രെയിനിയാണ്, സമ്മതിച്ചു. But don't try to doormat me. നിങ്ങൾക്കുള്ള അതേ പദവി തന്നെയാണ് എനിക്കും. IAS. Yes, IAS, ഇന്ത്യൻ ഭരണ സർവീസ്. ആ പദവിയുടെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ. കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരക്ഷരരുടെയും ഇന്ത്യ, കൂട്ടിക്കൊടുപ്പുകാരുടെയും വേശ്യകളുടെയും തോട്ടികളുടെയും കുഷ്ഠരോഗികളുടെയും ഇന്ത്യ, ജഡ്ക വലിച്ചു വലിച്ച് ചുമച്ചു ചോര തുപ്പുന്നവന്റെ ഇന്ത്യ, വളർത്തുനായ്ക്ക് കൊടുക്കുന്ന ബേബി ഫുഡിൽ കൊഴുപ്പിന്റെ അളവ് കൂടിപ്പോയതിന് ഭർത്താവിന് ശാസിച്ച് അത്താഴപ്പട്ടിണിക്കിടുന്ന കൊച്ചമ്മമാരുടെ ഇന്ത്യ അല്ല. മക്കൾക്ക് ഒരു നേരം വയറു നിറച്ച് വാരി ഉണ്ണാൻ വക തേടി സ്വന്തം ഗർഭപാത്രം വരവിൽക്കുന്ന അമ്മമാരുടെ ഇന്ത്യ. ഇന്നലെ നീ അവമാനിച്ചാട്ടി ഇറക്കി വിട്ടില്ലേ ആ കൃഷ്ണേട്ടനെ പോലെയുള്ള പാവം മനുഷ്യരുടെ ത്യാഗങ്ങളുടെയും നൊമ്പരങ്ങളുടെയും ഇന്ത്യ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സോൾ, ആത്മാവ്. IAS അക്കാദമി വർഷാവർഷം അടവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലെയുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. Stop! Stop your bloody rhetoric. Shut up, you. You. മേലിൽ ഒരാണിന്റെയും മുഖത്തിന് നേരെ ഉയരില്ല നിന്റെ ഈ കയ്യ്. അതെനിക്കറിയാഞ്ഞിട്ടല്ല, പക്ഷേ നീ ഒരു പെണ്ണായി, വെറും പെണ്ണ്. Now you get lost. Sunny days that I thought would never end. I've seen lonely times when I could not find a friend, but I always thought that I'd see you. So look down on me, Jesus. You gotta help me make a stand. Just got to see me through. My body's aching, my time is at hand. I won't make it any other way.
Hey. I hate you. I hate you. I'm sorry, sir. Really, I'm sorry. Come on, tell me. എന്താണ് തനിക്ക് പറ്റിയത്? എവിടെയാണ് തനിക്ക് തെറ്റിയത്? Or to put it straight, what makes you a freak? I wish I had an answer. ഒരു പക്ഷെ പകയാവാം, ദേഷ്യമാവാം. Sounds funny. ഒറ്റപ്പാലത്തെ പ്രഖ്യാതമായ ആനക്കുട്ടിൽ തറവാടിന്റെ എടുത്താൽ പൊങ്ങാത്ത പാരമ്പര്യം, വൈസ്രോയുടെ കയ്യിൽ നിന്നും പട്ടും വളയും പദവിയും വാങ്ങിയ റാവ് ബഹദൂർ AK ശങ്കര മേനോൻ IFS അവരുടെ മകൾ ശാരദാ മേനോനിൽ ബംഗാളി IAS ഓഫീസർ ദീൻദയാൽ മുഖർജിക്ക് പിറന്ന ഒറ്റപുത്രി, IAS അക്കാദമിയിൽ നിന്നും ഫ്ലൈയിങ് കളേഴ്സിൽ പഠിച്ചിറങ്ങിയ മിടുക്കി, അടിച്ചു കോൺതിരിഞ്ഞ് ക്ലബിൽ കയറി കുന്തം പറഞ്ഞ് കൂത്താടാനും ഒടുവിൽ ഇപ്പോഴിങ്ങനെ കണ്ണീർ പൊഴിയാനും പാകത്തിൽ തനിക്ക് എവിടെയാണോ ജന്മം പിടിച്ചത്? വാട്ട് മേക്സ് യു സോ ബ്ലൂ? ഇപ്പോഴീ പറഞ്ഞതെല്ലാം കഥയുടെ മനോഹരമായ പുറന്തോട് മാത്രമാണ് സർ. ദാറ്റ്സ് എ സ്റ്റിഫ് സ്റ്റോറി ഇൻ വിത്തിൻ. ഓരോ രാത്രികളിലും കുടിച്ച് ബോധം കെട്ട് ഓരോ പുതിയ ഗേൾഫ്രണ്ട്സിനൊപ്പം വീട്ടിൽ വന്ന് കയറിയിരുന്ന ഒരു അച്ഛൻ്റെ രൂപം. ക്യാൻ യു ഇമാജിൻ ദാറ്റ്? ആരോടും പരാതിപ്പെടാതെ, ഒരക്ഷരം പ്രതിഷേധിക്കാതെ, ഭർത്താവിനും ഒപ്പം വരുന്ന പെണ്ണിനും അത്താഴം വിളമ്പി വെച്ച്, പിന്നെ പൂജാമുറിയിൽ കയറി കഥ അടച്ച് വെളുക്കുവോളം വിധിയെ ശപിച്ച് കരയുന്ന ഒരമ്മ, അവരുടെ സാരിത്തുമ്പിൽ പിടിച്ച് വിതുമ്പി വിതുമ്പി എപ്പോഴും ഉറങ്ങിപ്പോകുന്ന മകൾ. Can you imagine that? പിന്നെ പിന്നെ അമ്മയ്ക്ക് ഭക്തി ഒരു ഒബ്സഷനായി, ഒരുതരം റെക്ലോസ്, വിരക്തി. ഒക്കേറ്റിന് നടുവിൽ ഞാൻ തനിച്ച് ഒടുവിൽ IAS എഴുതാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ എനിക്ക് വാശിയായിരുന്നു, അച്ഛനോടും അമ്മയോടും സർവരോടും. പക്ഷേ എല്ലാം നേടി പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ആരോട് വാശി തീർക്കാൻ? സർവീസിൽ നിന്നും പുറത്താക്കപ്പെട്ട് കൽക്കട്ടയിലെ ലോയ്ഡ്സ് റോഡിൽ 4ാമത്തെ വെപ്പാട്ടിയുടെ ഒറ്റമുറി ഫ്ലാറ്റിൽ ഒരു വശം തളർന്ന് പുഴുവരിച്ച് കിടക്കുന്ന ദീൻദയാൽ മുഖർജി എന്ന ജീവചൗത്തിനോടോ, അതോ ഇപ്പോഴും ഹരിദ്വാറിലും ബദറിയിലും പുണ്യസ്ഥലങ്ങളിലും മുജ്ജന്മ പാപങ്ങൾക്ക് മുക്തി തേടി അലഞ്ഞു തിരിയുന്ന എൻ്റെ അമ്മയോടോ? ആരോടും കണക്ക് തീർക്കാനില്ലാതെ വരുമ്പോ സ്വയം തോന്നുന്ന ഒരുതരം ലോസ്റ്റ് ഫീലിംഗ് ഉണ്ടല്ലോ, പിന്നെ അതുകൂടി മറക്കാൻ ഒരൊറ്റ വഴിയേ കണ്ടുള്ളൂ, ഫ്രീക്ക് ആവുക. Now I think it's my turn to apologize. No, sir. You don't have to. Thank you. Sir, now I am really afraid that I'm falling in. Sir? Sir, ഒരു കോളുണ്ട്. Yes, Joseph Alexia. ഞാൻ ഉടനെ എത്താം. അന്ന് ലഹള നടന്ന സ്പോട്ടിൽ നിന്നൊരു ബോഡി കണ്ടുകിട്ടിയത്രേ. Come on. ഓ, ഈ ജനത്തിനെ കൊണ്ട് മടുത്തു സാർ. എവിടെ വരണം സാർ. ബോഡി ആരുടേതാണെന്നെങ്കിലും? എവിടെന്ന്? ഇവിടെ ക്ലിയർ ചെയ്യുന്നതിനിടയ്ക്ക് ഫയർഫോഴ്സുകാർ ആദ്യം സാധനം കണ്ടത്. എക്സ്പ്ലോഷനും തീപിടുത്തം ഒക്കെ കൂടെ ആയപ്പോ കരിഞ്ഞ് ചെതറി നാമാവശേഷമായി. പെട്ടെന്ന് തിരിച്ചറിയാൻ ഭാഗത്തിൽ ഒന്നും അവശേഷിച്ചിട്ടില്ല. മെയിലോ ഫീമെയിൽ? അത് അങ്ങനെ ആണോ പെണ്ണോ എന്ന് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഇനി ചിലപ്പോ നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കേണ്ടി വരും. ആകപ്പാട്. Any other lead? ഓ സർ.
ബോഡിയുടെ അടുത്ത് നിന്ന് കിട്ടിയതാ. ഡോണ്ട് ഓപ്പൺ ഇറ്റ്. അതിനുള്ളിൽ ഫിലിം ഉണ്ടെങ്കിലോ? സോറി സർ, ദർ ഇസ് നോ ഫിലിം. ഉള്ളിലൊന്നുമില്ല, ശുദ്ധശൂന്യം. അങ്ങനെ ഉള്ളിലൊന്നും ഇല്ല എന്ന് തീർച്ചപ്പെടുത്താൻ വരട്ടെ പ്രസാദ്. ചിലപ്പോ പിന്നീട് എന്തെങ്കിലും ഉണ്ടായാലോ? എനിവേ, കീപ് ദിസ് വിത്ത് യു ഇൻടാക്ട്. ഇത് മറ്റാരുടെയും കയ്യിൽ പെടാൻ പാടില്ല. സർ, സാർ, ഫോറൻസിക്കിൽ നിന്ന് ഫസ്റ്റ് റിപ്പോർട്ട് വന്നു. മറ്റേ മാൻ മിസ്സിംഗ് കേസിന്റെയും ഇതിന്റെയും ഡീറ്റെയിൽസ് മാച്ച് ചെയ്ത് നോക്കി. സാമ്യമുണ്ട് സാർ. സെക്സ് മെയിൽ, ഹൈറ്റ് അപ്രോക്സിമേറ്റ് 5'9", ഏജ് അപ്രോക്സിമേറ്റ് 27, കോംപ്ലക്ഷൻ ശരിയാണ് സർ. ബോഡിക്കരിയിൽ നിന്നും ഈ ക്യാമറ കൂടെ കിട്ടിയ സ്ഥിതിക്ക് ഇത് അയാളാകാനേ വഴിയുള്ളൂ. ഫോട്ടോ ജേർണലിസ്റ്റ് മധു. ബട്ട് ഹൗ? പ്രസാദ്, കീപ് ദിസ്. സാർ, ഈ മധു ഒരു സ്മാർട്ട് ഡാസ്ലിംഗ് ഫോട്ടോ ജേർണലിസ്റ്റ് ആണെന്നല്ലേ പ്രസാദ് പറഞ്ഞത്? ഞാൻ അന്വേഷിച്ചിടത്തോളം സർ, ഇയാൾ ഈ ലഹള സ്ഥലത്ത് എങ്ങനെ വന്നു പെട്ടു എന്നാണ് തന്റെ ഊഹം? കമ്മീഷണർ വളരെ സ്ട്രിക്റ്റായി പത്രക്കാർക്ക് പ്രവേശനം നിശ്ചയിച്ച സ്ഥലത്തു നിന്നാണ് നമുക്ക് ഈ ബോഡി കിട്ടിയത്. സോ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് മറ്റാർക്കും കിട്ടാത്ത ഫോട്ടോഗ്രാഫ്സ് എടുക്കാൻ ഒരു ഡെയറിംഗ് അറ്റംപ്റ്റ് അല്ലേ? അതെ. അപ്പോ വേർ ഇസ് ദ ഫിലിം? ക്യാമറയ്ക്കുള്ളിൽ ഫിലിം ഇല്ലാതെ ഇത്രയും റിസ്ക് എടുത്ത് അയാൾ റൈറ്റ് ഫ്രണ്ടിലേക്ക് പോകുന്നു തോന്നുന്നുണ്ടോ എനിക്ക്? ഫിലിം ഒരുപക്ഷെ ആരെങ്കിലും എടുത്തു മാറ്റിയിട്ടുണ്ടാവാം. അങ്ങനെ ആവണമെന്നില്ല, അങ്ങനെ ആയിക്കൂടുന്നുമില്ല. പക്ഷേ there is a chance. ഇതൊരു കൊലപാതകമാവാം, ഹോമിസൈഡ്. സർ, പിന്നെ അവശേഷിക്കുന്ന എന്ത് തന്നെ ആയാലും അയാളുടെ ബന്ധുക്കൾക്ക് ബോഡി ഇന്ന് തന്നെ കാണാനുള്ള ഏർപ്പാടുണ്ടാക്കണം. ബി വിത്ത് ദം ആൻഡ് കീപ് ഇറ്റ് ഔട്ട്. സർ, ഇങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ കളക്ടർക്ക് എന്താണ് റോൾ എന്ന് ചോദിച്ചാൽ ഐ സ്റ്റിൽ ഡോണ്ട് നോ. വെറുതെ ആവാം. ബട്ട് എവിടെയൊക്കെ ചില ദുരൂഹതകൾ, ചില സംശയങ്ങൾ, സംതിങ് ഫിഷി. അവന്റെ ഒരു തെളിവെടുപ്പ്. റോട്ടൺ കിറ്റ്. ഇവൻ ആരാന്ന വിചാരം? സൂപ്പർ പോലീസോ അതോ CID യോ? ജോസഫ് ആളെടോ, അവനൊന്നും ഇവിടെ ഒരു പുല്ലും സംഭവിക്കാൻ പോണില്ല. നോ, നോട്ട് ദാറ്റ് സിമ്പിൾ ജയൻ. ആ തെണ്ടിയുടെ ബോഡി കണ്ടുപിടിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് അങ്ങേയറ്റം ആ ചീഞ്ഞതും കരിഞ്ഞതും എല്ലാം കൂടെ ഹരിച്ചു കുണിച്ച് അവരൊരു കൺക്ലൂഷനിലെത്തും. അസ്വാഭാവിക മരണം, അതായത് അവനെ ആരാണ്ട് തല്ലിക്കൊന്നിട്ടാണെന്ന്. പക്ഷെ അത് നമ്മളുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 10 ജ്യോത്സ്യന്മാരെ വിളിച്ചിരുത്തി കബഡി നിർത്തിക്കേണ്ടി വരും. ഐ ഡോണ്ട് നോ, ബട്ട് ഓരോ ക്രൈമിലും മിനിമം ഒരു ലൂപ്പ് ഹോളെങ്കിലും ഉണ്ടാവും. അതാണ് തിയറി. കൃത്യമായും അതിൽ തൊട്ട് തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായാൽ പിന്നെ ആദ്യം തെറിക്കുന്നത് എന്റെ തൊട്ട് തന്നെ ആയിരിക്കും. സോ വാട്ട്? തെറിക്കട്ടോ? തനിക്കറിയില്ല ശങ്കർ, ഖോർപ്പടെ, ഇവന്റെ ബോസ് വിക്രം ഖോർപ്പടെ ദുബായിൽ പുതിയ ഡീൽ ഉറപ്പിച്ചു കഴിഞ്ഞു. വാട്ട് ഡീൽ? ഇനി മുതൽ ഈ മലബാറിന്റെ ആകാശം വഴി ഏറ്റവും അധികം ചരക്കിറക്കുന്നത് നമ്മളായിരിക്കും. അഥവാ നമ്മൾ വഴിയല്ലാതെ നേരിട്ട് ആരെങ്കിലും ഇറക്കിയാൽ ഇനി മുതൽ നമുക്ക് കപ്പം തരാൻ ബാധ്യസ്ഥരായിരിക്കും പെർ എവരി ഡീൽ. ഇങ്ങോട്ട് ഗോൾഡ്, പകരം അങ്ങോട്ട് സാൻഡൽ ഓയിലും, പിന്നെ അവരാവശ്യപ്പെടുന്ന എന്തും. വേണ്ടി വന്നാൽ ഈ ഇന്ത്യ മഹാരാജ്യം തന്നെ നമ്മൾ കയറ്റി അയക്കൂടോ. അല്ലടാ കള്ള താൻ തോന്നി. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ലഹളയുടെ മനോഹരമായ ബൈ പ്രോഡക്റ്റ്, ഉപോൽപ്പന്നം, അതായത് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ വഴി കോടികൾ കൊയ്യുന്ന ഇന്ദ്രജാലം. ഇപ്പൊ തന്നെ ലഹളയിൽ തകർന്ന മാർക്കറ്റ് സ്ട്രീറ്റിലെ പല ബിൽഡിങ്ങുകളും പണം മുടക്കി റിനോവേറ്റ് ചെയ്യുന്നത് നമ്മളാണ്. നമ്മൾ, ഞാനും താനും വിക്രം ഖോർപ്പടയും അടങ്ങുന്ന 3 men syndicate. എന്താ ബോധിച്ചോ? പിന്നെ ദാ ഇവന്റെ കമാൻഡിൽ ഈ കേരളത്തിൽ എവിടെയും എന്തും നടപ്പാക്കാൻ ചങ്കുറപ്പുള്ള ഒരു കൊച്ചു സൈന്യം കൂടെ ആവുമ്പോ പിന്നെ തനിക്ക് എന്തിനാടോ തൊപ്പി? ഈ തൊപ്പിയുടെ സ്ഥാനത്ത് തനിക്ക് ഞാനൊരു കിരീടം വെച്ചു തരും. ഒരു സാമന്ത രാജാവിന്റെ കിരീടം. ആരായാലും വിളിക്കണ്ടെന്ന് പറഞ്ഞതല്ലേ നിമ്മി? But he says it's urgent. ഒരു ഡോക്ടർ വിജയ്, ഫോറൻസിക് സർജൻ അത്ര. യെസ്, ദാറ്റ്സ് റൈറ്റ്. ഓർമ്മയുണ്ട്. ഈസ് ഇറ്റ്? യെസ്, വി വിൽ മീറ്റ്. ഞാൻ ആളയക്കാം. ബി ദെയർ.
Good. ആ മധുവിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറാണ്. ഓഹോ. എനിക്കറിയാം ഇയാളെ. ഒരരവട്ട അഡിക്റ്റ്. മുമ്പൊരിക്കൽ മെഡിക്കൽ കോളേജ് സ്റ്റോറിൽ നിന്ന് പെത്തഡിൻ മോഷണം പോയൊരു കേസുണ്ട്. ഞാനാ ഊരി കൊടുത്തത്. ഈസ് ദ ഗൈ, ഡോക്ടർ വിജയ്. പോസ്റ്റ്മോർട്ടം റിസൾട്ടിനെ കുറിച്ച് അയാൾക്ക് എന്നോടൊന്ന് സീരിയസ് ആയിട്ട് പറയാനുണ്ടത്രേ. അനന്ത, നീ പോയി അയാളെ കൂട്ടിക്കൊണ്ടുവരണം. KL-5181 വൈറ്റ് ഫിയറ്റ് ബീച്ച് റോഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിരിക്കും. ഹി സൗണ്ട്സ് എക്സൈറ്റഡ്. അനന്ത, ഇവിടെ വേണ്ട, അറിയാമല്ലോ. ടോണിയും കൂടെ കൂട്ടിക്കും. It was very obscure, and he made me very curious. He came to the lab also. എന്താ അയാളുടെ പേര്? That fool. പ്രസാദ്. Yes, പ്രസാദ്. ഇൻക്വസ്റ്റിൽ അൺയൂഷ്വൽ ആയി എന്തെങ്കിലും കണ്ടാൽ അയാളെ അറിയിക്കണം എന്ന്. അയാളെ മാത്രം. And who the hell is he? He sounded very vague. ആ ബഗർ അത് പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാൻ ആ ബോഡി വീണ്ടും വീണ്ടും പരിശോധിച്ചത്. എന്നിട്ട് കണ്ടത് എന്താണെന്ന് പറഞ്ഞില്ല. Yes, I am coming to it. It is a clear case of murder. യു മീൻ ഇറ്റ്? Yes, അഫ്സൽ ഒന്നാം തരം കൊലപാതകം. വെരി ഒത്തന്റിക്. മുഖത്തൊരിടി, പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ ഒരു ഊക്കൻ പഞ്ച്, പിന്നെ പിന്നിൽ നിന്ന് മെഡ്യൂലാംഗിൽ ഒരു നീറ്റ് മാസിവ് ചോപ്പ്. ദാറ്റ് ഫിനിഷ്ഡ് ഹിം. നിങ്ങൾ വിചാരിച്ച പോലെ അയാൾ റയറ്റിൽ ബോംബ് പൊട്ടി മരിച്ചൊന്നുമല്ല. ദിസ് ഇസ് മാൻസ്ലോട്ടർ, മാൻ, മാൻസ്ലോട്ടർ. ബട്ട് ഐ ഡോണ്ട് നോ വൈ ഹി ഡിഡ് ഇറ്റ്. ഐ റിയലി ഡോണ്ട് നോ. ബട്ട് അയാൾ എന്തിനാ ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞത്? ആ ACP. ദാറ്റ് പസിൽസ് മീ. നാളെ ഇത് പത്രങ്ങൾ കിട്ടിയാൽ, ഓ ഗോഡ്, there's going to be a fire, volcano. പത്രങ്ങൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് അറിയുന്നില്ലെങ്കിലോ? Yes, ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിച്ചു. This place is very nosy, a nightmarish atmosphere. And who are all these crooks? Yes, നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്. ചോദിച്ചത് കേട്ടില്ലേ? ഇതൊന്നും പുറത്ത് ആരും അറിയുന്നില്ലെങ്കിലോ? അല്ല, ലുക്ക് മിസ്റ്റർ വിജയ്, നമുക്കിത് ആരും അറിയാതെ ഹഷപ്പിയിലൂടെ no, we can't do that. യു മീൻ ഞങ്ങൾ എന്ത് പ്രതിഫലം തരാമെന്ന് പറഞ്ഞാലും? എനിക്ക് പേടിയാ. I'm scared. I'm really scared. Please, you must believe me. I don't know.